നമുക്ക് ഈ കർഷക സമരം നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ സമരങ്ങളിലൊന്നാണ് കർഷക സമരം. അപ്പോൾ അതിൻ്റെ അലവലിയൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ കർഷക സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ അവിടെ കർഷകർക്ക് വേണ്ടി പിന്തുണച്ച കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വമുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അവിടെ നമ്മൾ പിന്തുണയ്ക്കുകയും ഇവിടെ വരുമ്പോൾ കർഷകർക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർ കർഷകർ ഈ അടുത്ത് നമ്മൾ വാർത്തകൾ വന്നതാണ്, കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ കർഷക സ്നേഹം ഗവൺമെൻറ്റിന് കാണിക്കാൻ പറ്റാത്തത്? അവിടെ ഡൽഹിയിലാകുമ്പോൾ ഇത് അവിടെ വേറെ ഒന്നും കൊടുക്കണ്ടല്ലോ, കൂടെ ചെന്ന് നിന്നാൽ മതി, 2 പ്രസ്താവനയും നടത്തിയാൽ മതി. അപ്പോൾ അവിടെ ആ കർഷക സ്നേഹമാകാം. ഇവിടെയല്ലേ യഥാർത്ഥത്തിൽ കർഷകരെ സ്നേഹിക്കേണ്ടത്, അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടത്, അവരെ ചേർത്ത് നിർത്തേണ്ടത്? അതെന്താണ് നമുക്ക് പറ്റാതെ പോകുന്നത്? അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്ത് പറയാം, ഗവൺമെൻറ്റിൻ്റെ കഴിവില്ലായ്മ തന്നെയാണ്, പിടിപ്പുകേട് തന്നെയാണ്. കാരണം സാമ്പത്തിക പ്രതിസന്ധി ധാരാളം ഉള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഡൽഹിയിൽ നേരത്തെ ജോൺ പറഞ്ഞു, ഡൽഹിയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് കൊടി പിടിക്കുക, കർഷകരുടെ ചെന്ന് കൊടി പിടിച്ചിട്ട് സെൽഫി എടുക്കുക, എന്നിട്ട് ഞാനും സമരത്തിന് ശക്തമാണെന്ന് പറയുക, എന്നിട്ട് കതിരുകാക്കും കർഷകനൊപ്പം എന്ന് പറഞ്ഞ് ടാഗ് ലൈനൊക്കെ ഇടുക. ഇത് കേരളത്തിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെയും സർക്കാരിൻ്റെ മുന്നിൽ നിൽക്കുന്ന മന്ത്രിമാർ പോലും അങ്ങനെ ചെയ്ത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വരുമ്പോൾ നെൽകർഷകർക്ക് ഈ ജൂൺ വരെയുള്ള കണക്ക്, നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ജൂൺ വരെയുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 1490 കോടി രൂപയാണ്. ഈ ജൂൺ 2024 ജൂൺ വരെയുള്ള കണക്ക് വരുമ്പോൾ കേരളത്തിലെ നെൽകർഷകരിൽ നിന്നും സംസ്ഥാന സർക്കാർ സിവിൽ സപ്ലൈസ് നെല്ല് സംഭരിച്ചതിന് കൊടുക്കേണ്ട പൈസ 1490 കോടി രൂപയാണ്. അത്ര മാത്രമുണ്ട്. അപ്പോൾ ഈ കർഷകർ എന്ത് ചെയ്യും? അത് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും അധികം, ഏകദേശം 76 കോടിയോളം രൂപ മലപ്പുറം ജില്ലയിൽ കൊടുക്കാനുണ്ട്. അതുപോലെ പാലക്കാട് ജില്ല, ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, ഇങ്ങനെ എല്ലാ ജില്ലകളിലും കർഷകർക്ക് കോടിക്കണക്കിന് രൂപയാണ് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കാനുള്ളത്. അത് നിൽക്കുമ്പോഴാണ് ഈ കർഷക സമരം കേന്ദ്രത്തിൽ പോയിട്ട് കർഷകരെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരാണ്, കർഷകരെ മാനിക്കാത്ത ഒരു സർക്കാരാണ് കേന്ദ്രത്തിലിരിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ കേരളത്തിൽ അധികാരം കയ്യിലിരിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. അപ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ധനകാര്യം കേന്ദ്ര സർക്കാർ ഉടനെ പറയും കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്നാണ്. കേന്ദ്ര സർക്കാർ നമുക്ക് കർഷകർക്ക് നെല്ല് സംഭരണത്തിന് കൊടുക്കേണ്ട തുക കൃത്യമായിട്ട് തരുന്നില്ല. അതാ ഇപ്പോൾ തന്നെ പറയുന്ന ഒരു കണക്ക്, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു കണക്ക് പറയുന്നത് 637 കോടി രൂപ കേന്ദ്രം കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ 1490 കോടി രൂപ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. ഈ അടുത്ത കാലത്താകേണ്ട ഒരു കുറച്ച് പൈസ സംസ്ഥാന ധനകാര്യ വകുപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പൈസ കൊടുക്കും. എന്തായാലും ഈ 1490 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 300 കോടി രൂപ 400 കോടി രൂപയ്ക്കകത്ത് ഒരു 300 കോടി രൂപ കുറഞ്ഞിരിക്കും. എന്നാലും 1100 ചില്ലാനം കോടി രൂപ അപ്പോഴും കൊടുക്കാൻ കിടക്കുകയായിരിക്കും. 1200 കോടി രൂപ ഇപ്പോഴും കുടിശ്ശിക തന്നെയാണ്. ഈ അടുത്ത കാലത്ത് കുറച്ച് കൊടുത്തു എന്നുള്ളത് കണക്കുണ്ട്. ആ കണക്ക് ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല എത്ര കൊടുത്തു എന്നുള്ളത്. സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് വീണ്ടും പറയുന്നത് ഈ കേന്ദ്രം 637 കോടി രൂപ നൽകാനുണ്ട് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ കേന്ദ്ര ലോക്സഭയിൽ ഇന്നലെ കൃഷി സഹമന്ത്രി രാംനാഥ് ഠാക്കൂർ ഒരു കൃത്യമായ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ 637 കോടി രൂപ കൊടുക്കാനുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് കുടിശ്ശിക വന്നതെന്ന് കൃത്യമാണ് അദ്ദേഹം പറയുന്നത്. ധനവിനിയോഗം ബില്ല് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. ധനവിനിയോഗം എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പണം കൊടുത്തു കഴിഞ്ഞാൽ, കർഷകർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര കർഷകർക്ക് കൊടുത്തു, എത്രമാത്രം നെല്ല് സംഭരിച്ചു, ആ നെല്ല് സംഭരിച്ച ഓരോ കർഷകർക്ക് എത്ര കൊടുത്തു, അതിൻ്റെ ഒരു ആഡിറ്റ് കണക്ക് കൊടുക്കണമല്ലോ. അല്ലേ, എവിടെയായിരുന്നാലും നമ്മളൊരു സർക്കാരിൻ്റെ പണമാണ് എടുത്ത് കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ആയിരുന്നാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയിരുന്നാലും ജനങ്ങളുടെ പണമാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണത്തിൻ്റെ കർഷകരുടെ നെല്ല് സംഭരിക്കാൻ വേണ്ടി താങ്ങുവില പ്രഖ്യാപിക്കുകയും നെല്ല് സംഭരിക്കാൻ വേണ്ടി കൊടുക്കുന്ന പണത്തിൻ്റെ കൃത്യമായ കണക്ക് കൊടുക്കണം. അപ്പോൾ ഓരോ കണക്ക് കൊടുക്കാതിരിക്കുമ്പോൾ അടുത്ത വർഷം പിന്നെ എങ്ങനെ കൊടുക്കാനൊക്കും? ഇത് ഈ നെൽകർഷകരുടെ വിഷയത്തിൽ മാത്രമല്ല, നിർമ്മല സീതാരാമൻ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വന്ന് വ്യക്തമായിട്ട് കണക്ക് ഉൾപ്പെടെ പറഞ്ഞതാണ് ധനകാര്യ വകുപ്പിന് എന്തുകൊണ്ട് നമ്മൾ പണം കൊടുക്കുന്നില്ല, ധനകാര്യ വകുപ്പിൻ്റെ ചില കേന്ദ്ര വിഹിതങ്ങളുണ്ടല്ലോ, നമ്മുടെ GST വിഹിതങ്ങളുണ്ടല്ലോ, അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനും കണക്കില്ല. ഇവർ കൃത്യമായിട്ടും ഒരു ആഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ധനവിനിയോഗ റിപ്പോർട്ട് കൊടുക്കാറില്ല.
കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ബാക്കി ഇങ്ങനെ അവിടെ നിന്ന് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, പക്ഷേ ഞങ്ങൾ എങ്ങനെ ചിലവാക്കി, എത്ര ചിലവാക്കി എന്നുള്ള കണക്ക് നിങ്ങൾ ചോദിക്കരുത് എന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ 637 കോടി രൂപ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുടിശ്ശിക വന്നതെന്ന് ലോക്സഭയിലെ രേഖാമൂലം ഈ കേന്ദ്ര സഹമന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇനി അദ്ദേഹം കൃത്യമായി കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് എന്നിട്ട് അദ്ദേഹം ആ കണക്കിൽ ഈ കൃഷി സഹമന്ത്രി ലോക്സഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് 2016-17 വർഷമാണ് അവസാനമായിട്ട് കണക്ക് കൊടുത്തത്. 2016-17 അത് കഴിഞ്ഞിട്ട് 2016-17 കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഈ കാലം വരെയും ഇങ്ങനെയുള്ള ധനവിനിയോഗ കണക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ അതേസമയം അദ്ദേഹം ഒരു കണക്ക് പറഞ്ഞു, ഈ ഭക്ഷ്യ സബ്സിഡി ഉണ്ടല്ലോ, ഈ കർഷകർക്ക് നെല്ലിന് സംഭരിക്കാൻ കൊടുക്കുന്ന തുക വേറെ, ഭക്ഷ്യ സബ്സിഡി എന്ന് പറയുന്നത് കൊടുക്കുന്നത് വേറെ തുകയാണ്. എന്നാൽ ഭക്ഷ്യ സബ്സിഡി നമ്മളിപ്പോൾ കൃത്യമായിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം ഭക്ഷ്യ വിതരണം, പൊതുവിതരണ രംഗത്ത് ഭക്ഷ്യ വിതരണം നടത്തേണ്ട ചുമതല മുഴുവനും സംസ്ഥാന സർക്കാരിനാണ്, അത് കേന്ദ്ര സർക്കാരിനല്ല. പക്ഷേ കേന്ദ്ര സർക്കാർ അവിടെ നിന്ന് അരി കൊടുക്കുകയും അതിനൊരു സബ്സിഡി അനുവദിക്കുകയും ചെയ്യും, അരി വാങ്ങുന്നതിൻ്റെ സബ്സിഡി അനുവദിക്കുകയും ചെയ്യും. ആ സബ്സിഡി തുക കൃത്യമായിട്ടും ഈ 2024 ജൂൺ 30 വരെ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇന്നലെ ഈ സഹമന്ത്രി ഇവിടെ ലോക്സഭയിൽ പറഞ്ഞു. ആ കണക്ക് ഞാനൊന്ന് പറയാം. 2021-22 1777.86 കോടി രൂപ കൊടുത്തു. ഏത് ഭക്ഷ്യ സബ്സിഡിയാണ്, നെൽകർഷകരുടെ നെൽവിതരണത്തിനുള്ള തുകയല്ല, ഭക്ഷ്യ സബ്സിഡി. അതുപോലെ 22-23 1544.89 കോടി രൂപ കൊടുത്തു. 23-24 1151.85 കോടി രൂപ കൊടുത്തു. ഇത് ലോക്സഭയിൽ ഇന്നലെ പറഞ്ഞതാണ്. 24 ജൂൺ 30 വരെ, അതായത് ഇതുവരെ ഈ ജൂൺ 30 വരെ 366.80 കോടി രൂപ സബ്സിഡിയായിട്ട്, ഭക്ഷ്യ സബ്സിഡിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനും കണക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എന്ന പരാതി അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ കർഷകർക്ക് നെൽ സംഭരണത്തിന് കൊടുക്കുന്ന തുക എത്രയാണെന്നാണ്. ഇപ്പോൾ 1 കിലോയ്ക്ക് നെല്ലിന് കർഷകരിൽ നിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് 28.37 രൂപയാണ്. 1 കിലോ നെല്ല് സംഭരിക്കുമ്പോൾ 28.37 രൂപ കൊടുക്കുന്നു. അതിൽ 21.83 രൂപയും 21 രൂപ 37 പൈസയും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമാണ്. നോക്കാം, 28 രൂപ 37 പൈസ 1 കിലോ നെല്ലിന് നമ്മുടെ കേരള ഗവൺമെൻറ് കർഷകർക്ക് കൊടുക്കുമ്പോൾ അതിൽ 21 രൂപ 83 പൈസയും കൊടുക്കുന്നത് കേന്ദ്രമാണ്. ഇതിൽ കേരളം കൊടുക്കുന്നത് 6 രൂപ 48 പൈസയാണ്. അതിൽ 12 പൈസ കയറ്റിറക്ക് കൂലിക്കും കൂടെ ചേർത്താണ്. കയറ്റിറക്ക് കൂലിക്ക് പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല, അത് കർഷകർ കൊടുത്തോളണം, കയറ്റിറക്ക് കൂലി കൊടുക്കണം. അതിനും കൂടെ ചേർത്താണ് 6 രൂപ 49 പൈസ കൊടുക്കുന്നത്. അങ്ങനെ മൊത്തം 28 രൂപ 32 പൈസയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ കണക്ക് നോക്കുമ്പോൾ തുകയും 21 രൂപയും 21.37, അതായത് 21 രൂപ 37 പൈസയും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന തുകയാണ്. ഇതാണ് നമ്മുടെ ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ കേന്ദ്രം തരുന്നില്ലേ എന്ന് പറയുന്നത്. അത് ധനവിനിയോഗ ബില്ല് കൃത്യമായിട്ടും കൊടുക്കാത്തത് കൊണ്ടാണ്. എത്ര രൂപ കിട്ടുന്നു, എത്ര വരുന്നുണ്ട്, ഈ കണക്കുകൾ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായ കണക്ക് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല. കൊടുക്കാതെയാണ് ഈ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കേരളത്തിലെ മാധ്യമങ്ങളെ കുറച്ച് തെറ്റിദ്ധരിപ്പിക്കാനും ആ മാധ്യമങ്ങൾ അത് എടുത്തു വെച്ചിട്ട് കേന്ദ്രം കൊടുക്കാത്തതുകൊണ്ട് കർഷകർ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി ഈ സംസ്ഥാന സർക്കാർ കൊണ്ടുവച്ചിരിക്കുന്ന കർഷകത്തിൻ്റെ കർഷക ദ്രോഹമാണോ കർഷക ഗുണമാണോ എന്നറിയില്ല. ഒരു സമ്പ്രദായമുണ്ട്, അതിനെ PRS എന്നാണ് പറഞ്ഞത്, പാഡി റെസിപ്റ്റ് സീറ്റ് എന്നാണ് അതിൻ്റെ ഒരു പേര്, PRS. ഇപ്പം കർഷകരിൽ നിന്ന് ഇപ്പം ജോൺ ഒരു നെൽകർഷകനാണെങ്കിൽ നെൽകർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നു, സംസ്ഥാന സർക്കാർ നെല്ല് സംഭരിക്കുന്നു. ജോണിൻ്റെ നിന്ന് 1 ടണ്ണോ അല്ലെങ്കിൽ 1ലധികം ടണ്ണോ നെല്ല് സംഭരിക്കണമെന്ന് വെച്ചോളൂ. അതിന് ഒരു തുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിലോയ്ക്ക് 28 രൂപ 37 പൈസ വെച്ചിട്ട് വിലയിടുന്നുണ്ട്. ജോണ് നെല്ല് തരുന്നു, പക്ഷേ ജോണിന് അപ്പോൾ പൈസ തരുന്നില്ല. പൈസ തരാതെ ഈ PRS റെസിപ്റ്റാണ് കൊടുക്കുന്നത്. ഈ PRS റെസിപ്റ്റ് കർഷകൻ എന്ത് ചെയ്യണം? ബാങ്കിൽ കൊണ്ട് കൊടുക്കണം. ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ബാങ്കുകാർ ഇത് ലോണായിട്ടാണ് കൊടുക്കുന്നത് കർഷകന്, നെല്ലിൻ്റെ വിലയായിട്ട് കൊടുക്കുകയില്ല. ഇപ്പം നമ്മളിപ്പോൾ ചെക്ക് എഴുതി കൊടുത്തിട്ട് നമ്മളിന്ന് പണം വാങ്ങുമ്പോൾ ചെക്ക് കൊടുത്താൽ മതി, നമുക്ക് പൈസ കിട്ടും. പക്ഷേ ഈ PRS റെസിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ചെക്ക് രൂപത്തിലല്ല, ഒരു ലോൺ റെസിപ്റ്റായിട്ടാണ് പോകുന്നത്. ഈ കർഷകൻ്റെ പേരിൽ
ലോണായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ ബാങ്ക് പണം കൊടുക്കുന്നത്. എന്നിട്ട് ആ പണം പിന്നെ സംസ്ഥാന സർക്കാർ ബാങ്കിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. എത്ര PRS ഷീറ്റ് പിന്നെ കർഷകർ കൊടുത്തിട്ടുണ്ടോ അത്രയും തുക സംസ്ഥാന സർക്കാർ പിന്നെ ബാങ്കിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കുടിശ്ശിക വരും. അത് കുടിശ്ശിക വരുമ്പോൾ സംസ്ഥാന സർക്കാർ അടയ്ക്കാതെ വരുമ്പോൾ ആ നെൽകർഷകരുടെ പേരിൽ ബാങ്ക് ലോണായിട്ട് കുടിശ്ശിക കിടക്കും. അപ്പോൾ നോക്കണം, കർഷകർ ജോൺ നെല്ല് വാങ്ങിച്ചു, നെല്ല് കൃഷി ചെയ്തു, വയൽ ഒരു വർഷം അല്ലെങ്കിൽ പാടുപെട്ട് നെല്ല് കൃഷി ചെയ്തു, ലോണൊക്കെ എടുത്തു നെല്ല് ഉൽപ്പാദിപ്പിച്ചു, നെല്ല് കൊടുത്തതിന് ബാങ്കിൽ നിന്ന് പണം കിട്ടി. ആ പണം എന്ന് പറയുന്നത് വായ്പയായിട്ടാണ് നിങ്ങൾക്ക് തന്നത്. പക്ഷേ സർക്കാർ അതിൽ പൈസ അടയ്ക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് പണം കിട്ടി, പക്ഷേ സർക്കാർ പണം അടയ്ക്കാതെ വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങളെടുത്ത തുകയ്ക്ക് അവർ വായ്പയായിട്ട് കണക്കാക്കിയിട്ട് നിങ്ങളെ വായ്പ കുടിശ്ശിക നിങ്ങളിൽ വരുത്തുന്നു. എന്തായാലും നമുക്ക് ഈ കർഷക ദ്രോഹം അത് ഇത്ര ഗുരുതരമാണ് കേരളത്തിലെ കർഷക ദ്രോഹം. കൃഷിയിലേക്കൊന്നും ആളുകൾ ഇറങ്ങാൻ മടിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ മാറുമെന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കുട്ടിക്കാലത്തൊക്കെ നിറയെ വയലുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വല്ലാത്തൊരു നമ്മുടെ ഒരു സംസ്കാരം, ഓണ സംസ്കാരമൊക്കെ അങ്ങനെയുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ആരും കൃഷി ചെയ്യുന്നില്ല. ഇതാണ് പ്രധാന കാരണം എന്നുള്ളത്. എന്തായാലും നല്ലതായി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.